ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അവിടെ നമുക്കിന്ന് സ്റ്റോണിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റോക്ക് ഫോംഡ് ബൈ കൂളിംഗ് ഡൗൺ ഓഫ് മാഗ്മ ഓർ മോൾട്ടൺ മെറ്റീരിയൽ ഈസ് കാൾഡ്. ഏതാണടാ ഓപ്ഷൻ വരുന്നത്? മെറ്റമോർഫിക് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, ഇഗ്നിയസ് റോക്ക്, സ്ട്രാറ്റിഫൈഡ് റോക്ക്. ഏതാണടാ ഓപ്ഷൻ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഇഗ്നിയസ് റോക്കാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാറാ. ദ റോക്ക് ഫോംഡ് ഡ്യൂ ടു കൺസോളിഡേഷൻ ഓഫ് വെതേർഡ് പാർട്ടിക്കിൾസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് റോക്ക് ഈസ് കാൾഡ്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് സെഡിമെൻ്ററി റോക്ക്, ഇഗ്നിയസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്, ഇൻട്രസീവ് റോക്ക്. ഓക്കെ, ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ, സെഡിമെൻ്ററി റോക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. സെഡിമെൻ്ററി റോക്കിൽ നമുക്ക് വെതേർഡ് പാർട്ടിക്കിൾസ് വഴി, എക്സിസ്റ്റിംഗ് വെതേർഡ് പാർട്ടിക്കിൾസ് വഴി ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ദ റോക്ക് ഇൻ വിച്ച് ലെയേഴ്സ് ആർ വിസിബിൾ. ലെയേഴ്സ് വിസിബിൾ ആയിട്ടുള്ള റോക്ക് ഏതാണുള്ള? ഓപ്ഷൻ വരുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്ക്, ഫോളിയേറ്റഡ് റോക്ക്, ഇൻട്രസീവ് റോക്ക്, നൺ ഓഫ് ദി അബവ്. ഏതാണ്ടാ? ഓപ്ഷൻ എ, സ്ട്രാറ്റിഫൈഡ് റോക്കാണ് ആൻസർ. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഈ പോയിൻറ്റ്സ് എല്ലാം നോട്ടിൽ പറഞ്ഞ് തന്നിട്ടുള്ളതാണ്, വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ് തന്നിട്ടുള്ളതാണ്. സോ അത് കാണാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ് പോയി കാണുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റോക്ക് ഹാവിങ് ക്ലേ ആസ് ദെയർ മേജർ കോൺസിസ്റ്റൻറ്റ് ആർ നോൺ ആസ്. ഓപ്ഷൻ വരുന്നത് ഇഗ്നിയസ് റോക്ക്, അർജിലേഷ്യസ് റോക്ക്, സിലീഷ്യസ് റോക്ക്, കാൽക്കേരിയസ് റോക്ക്. ഓക്കെ, ഏതാണ് ആൻസർ? ക്ലേ മേജർ കോൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ഏതിലാണ്? ഓപ്ഷൻ ബി, അർജിലേഷ്യസ് റോക്കാണ് ആൻസർ. ഓക്കെ, സിലീഷ്യസ് റോക്കിൽ ഏതാണ്ടാ? സിലീഷ്യസ് റോക്കിൽ ഏതാണ് മെയിൻ കോൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്? മെയിൻ കണ്ടന്റ് സിലിക്കയാണ് അല്ലേ? സിലിക്കയാണ്. അതുപോലെ കാൽക്കേരിയസിൽ മെയിൻ കണ്ടന്റ് കാൽസ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ഈ അർജിലേഷ്യസ് റോക്കിൽ അലുമിനിയം ഉണ്ട്, ക്ലേയും അലുമിനിയത്തിൻ്റെയും ക്ലേയുടെയും കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അതോടെ ഓർമ്മിച്ചോളാം. അർജിലേഷ്യസ് റോക്കിൽ തന്നെ അലുമിനിയത്തിൻ്റെയും കണ്ടന്റ് ഉണ്ട്, ക്ലേ കണ്ടന്റും ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കളർ ഓഫ് മിനറൽ ഇൻ ഇറ്റ്സ് പൗഡേർഡ് ഫോം. ഓക്കെ, കളർ ഓഫ് മിനറൽ ഇൻ പൗഡേർഡ് ഫോമാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ വരുന്നത് സ്ട്രീക്ക്, ലസ്റ്റർ, ടെക്സ്ചർ, സ്ട്രക്ചർ. ഏതാണ് ആൻസർ ഇവിടെ? കളർ വരുമ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, സ്ട്രീക്ക് ആണ് ആൻസർ. ഓക്കെ, ലസ്റ്റർ ആണെങ്കിലോ? ലസ്റ്റർ ഏതാണ്? ലസ്റ്റർ വരുന്നത് ഷൈനി അപ്പിയറൻസ് ആണ് ലസ്റ്റർ വരുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് റോക്ക് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ വരുന്നത് ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, റോക്സ് കണ്ടെയ്നിങ് സാൾട്ട് ആൻഡ് അതർ മെറ്റീരിയൽ, നൺ ഓഫ് ദി എബോവ്. ഇവിടെ ഏതാണ് ആൻസർ? ബേസിക് റോക്ക് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ, ഇഗ്നിയസ് റോക്കാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാനൈറ്റ് സ്റ്റോൺ ഈസ് ഇഗ്നിയസ് റോക്കാണോ, സെഡിമെൻ്ററി റോക്കാണോ, മെറ്റമോർഫിക് റോക്കാണോ, നൺ ഓഫ് ദി എബോവ് ആണോ? ഗ്രാനൈറ്റ് ഏതിൻ്റെ എക്സാമ്പിൾ ആണല്ലോ? ഗ്രാനൈറ്റ് നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണല്ലേ. ഗ്രാനൈറ്റ് ഏതിൻ്റെ എക്സാമ്പിൾ? ഓപ്ഷൻ എ, ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. ഇഗ്നിയസ് റോക്കിൽ ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നതാ? ഇഗ്നിയസ് റോക്കിൽ പ്ലൂട്ടോണിക് ക്ലാസിഫിക്കേഷനാണ് ഗ്രാനൈറ്റ് വരുന്നത്. ഗ്രാനൈറ്റ് ഏത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? ഓക്കെ, ഗ്രാനൈറ്റ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇഗ്നിയസ് റോക്കിൽ വരുന്നതാണ്. ആ ഇഗ്നിയസ് റോക്കിൽ തന്നെ പ്ലൂട്ടോണിക് റോക്സിൽ വരുന്നതാണ് ഗ്രാനൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജിയോളജിക്കലി മാർബിൾ ഈസ്. ഓക്കെ, ജിയോളജിക്കലി ക്ലാസിഫിക്കേഷനിൽ മാർബിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് ഇഗ്നിയസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്, സ്ട്രാറ്റിഫൈഡ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്. ഇവിടെ ഏതാണ് ജിയോളജിക്കലി മാർബിൾ? ഏതാണ്? മെറ്റമോർഫിക് റോക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ജിയോളജിക്കലി മാർബിൾ ഏത് റോക്കാണ്? മെറ്റമോർഫിക് റോക്കാണ്. ഓക്കെ, ഇനി ഇവിടെ മാർബിൾ നമ്മുടെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ മാർബിൾ ഏതാണ്ടാ? അൺസ്ട്രാറ്റിഫൈഡ് റോക്കാണ് അല്ലേ മാർബിൾ? ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ മാർബിൾ അൺസ്ട്രാറ്റിഫൈഡ് റോക്കാണ്. ഓക്കെ, അൺസ്ട്രാറ്റിഫൈഡ് റോക്കാണ്. അതുപോലെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ കാൽക്കേരിയസ് റോക്കിലാണ് വരുന്നത്. ഓക്കെ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ മാർബിൾ ഏതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്? കാൽക്കേരിയസ് റോക്കിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് മാർബിൾ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കെമിക്കലി മാർബിൾ ഈസ് ഏതെന്ന് കൊടുത്തിട്ടുണ്ട്. കെമിക്കലി മാർബിൾ ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കെമിക്കലി കാൽക്കേരിയസ് റോക്കിന് എക്സാമ്പിൾ ആണ് മാർബിൾ. ഓക്കെ, അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
കെമിക്കലി കോഡ്സൈറ്റ് ഈസ് ഏത് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്കറിയാം. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ സിലീഷ്യസ്. ഓക്കെ, ഓപ്ഷൻ എ സിലീഷ്യസ് റോക്കാണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാൻഡ് സ്റ്റോണീസ്. ഓക്കെ, സാൻഡ് സ്റ്റോണീസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോൾക്കാനിക് ആണോ, ഇഗ്നിയസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്, സെഡിമെൻ്ററി റോക്ക്. ഓക്കെ, സാൻഡ് സ്റ്റോൺ ഏതിലാണ് വരുന്നത്? സാൻഡ് സ്റ്റോൺ സെഡിമെൻ്ററി റോക്കിലാണ് വരുന്നത്. ഓക്കെ, സെഡിമെൻ്ററി റോക്കിലാണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, സെഡിമെൻ്ററി റോക്ക്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാറ്ററൈറ്റ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ്. ഓക്കെ, ലാറ്ററൈറ്റ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ അർജിനേഷ്യസ് റോക്ക്, സിലീഷ്യസ് റോക്ക്, കാൽക്കാരിയസ് റോക്ക്, മാഗ്മ. ഓക്കെ, ഏതിലാണ് ലാറ്ററൈറ്റ് വരുന്നത്? ലാറ്ററൈറ്റ് വരുന്നത് ഓപ്ഷൻ എ അർജിനേഷ്യസ് റോക്കിലാണ്. കെമിക്കലിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലാറ്ററൈറ്റ് കെമിക്കലി ക്ലാസിഫിക്കേഷനിലെ അർജിനേഷ്യസിലാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോക്ക് ഹാവിങ് സിലിക്ക ഹാസ് മെയിൻ കോൺസിസ്റ്റൻറ്റ് ആർ കാൾഡ്. സിലിക്ക മെയിൻ കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റോക്ക് ഏതാണ്ട് നമുക്കറിയാം. ഓപ്ഷൻ സി സിലീഷ്യസ് റോക്കാണല്ലേ. സിലീഷ്യസ് റോക്കാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം ഷേപ്പ് ബിയറിംഗ് കപ്പാസിറ്റി വാല്യൂ ഓഫ് സോഫ്റ്റ് റോക്ക്. സോഫ്റ്റ് റോക്കിൻ്റെ മാക്സിമം ഷേപ്പ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ വരുന്നത് 150 kN/m², 50 kN/m², 450 kN/m², 250 kN/m². ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി 450 kN/m² ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിപ്പറേഷൻ ഓഫ് സർഫേസ് ഓഫ് സ്റ്റോൺ ടു ഒബ്റ്റെയിൻ പ്ലെയിൻ എഡ്ജസ് ഓർ ടു ഒബ്റ്റെയിൻ സ്റ്റോൺ ഓഫ് റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ് ഈസ് കാൾഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ദ പ്രിപ്പറേഷൻ ഓഫ് സർഫേസ് ഓഫ് സ്റ്റോൺ ആണ് സ്റ്റോൺ ടു ഒബ്റ്റെയിൻ പ്ലെയിൻ എഡ്ജസ് ഓർ ടു ഒബ്റ്റെയിൻ സ്റ്റോൺസ് ഓഫ് റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ് ഈസ് കാൾഡ്. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ബ്ലാസ്റ്റിംഗ് ഓഫ് സ്റ്റോൺ, സീസണിങ് ഓഫ് സ്റ്റോൺ, ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ, കോറിംഗ് ഓഫ് സ്റ്റോൺ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറപ്റ്റീവ് റോക്ക് ആർ ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് ഹോട്ട് മോൾട്ടൺ മാസ് കാൾഡ് മാഗ്മ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ഫോളോവിങ് വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഏത് ഓപ്ഷൻ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വായിക്കാട. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ട്രൂ. Statement 1 is true and statement 2 is false. Statement 1 is false and statement 2 is true. Option D വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫാൾസ്. ഓക്കെ, നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇറപ്റ്റീവ് റോക്ക് എന്ന് പറഞ്ഞാൽ ഏത് റോക്കാണ്? ഇറപ്റ്റീവ് റോക്ക് എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്കാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു ഇഗ്നിയസ് റോക്കിൻ്റെ മറ്റൊരു പേരാണ് ഇറപ്റ്റീവ് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരി തന്നെയാണ്. ഇഗ്നിയസ് റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മയിലൂടെയാണ് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ഇറപ്റ്റീവ് റോക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരി തന്നെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലൂട്ടോണിക് റോക്ക്. ട്രാപ്പ് പ്ലൂട്ടോണിക് റോക്കിൻ്റെ എക്സാമ്പിൾ ആണോ? അല്ല. ട്രാപ്പ് ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? ട്രാപ്പ് വോൾക്കാനിക് റോക്കിൻ്റെ എക്സാമ്പിൾ ആണോ? അല്ലേ, ട്രാപ്പ് വോൾക്കാനിക് റോക്കിൻ്റെ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഗുഡ് സ്റ്റോൺ ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ %% വാട്ടർ ബൈ ഇറ്റ്സ് വെയിറ്റ്. ഓക്കെ, a good stone should not absorb water more than %% water by its weight. ഓപ്ഷൻ വരുന്നത് 1%, 3%, 5%, 7%. ഏതാണ് ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ സി 5% ആണ്. എത്ര പെർസെൻറ്റേജ് കഴിഞ്ഞാലാണ് ആ സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യാത്തത്? ഗ്രേറ്റർ ദാൻ 10% എടുത്തു കഴിഞ്ഞാൽ, അല്ലേ, ഗ്രേറ്റർ ദാൻ 10% ആയിക്കഴിഞ്ഞാൽ ആ സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതുപോലെ നമ്മൾ ആ ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ക്വാളിറ്റീസിൽ വേറെ എന്തോന്നൊക്കെ കാര്യം പഠിച്ചടാ. നമ്മൾ സ്റ്റോണിൻ്റെ വിയർ ആൻഡ് ടിയർ എത്രയെന്ന് പഠിച്ചു. റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ എത്രയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% എന്ന് പഠിച്ചു. അതുപോലെ കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 100 Nm² എന്ന് പഠിച്ചു. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 17 എന്ന് പഠിച്ചു. ടഫ്നെസ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 19 എന്ന് പഠിച്ചു.
വാട്ടർ അബ്സോർഷൻ ലെസ് ദാൻ 5% ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ 10% ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോണിനെ റിജക്റ്റ് ചെയ്യും. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? ഗ്രേറ്റർ ദാൻ 2.7 ആണ്. അതുപോലെ സീസണിങ് പീരീഡ് എത്രയാണ്? 6 to 12 months ആണ്. ഇവിടെ കംപ്രസീവ് സ്ട്രെങ്തിലും കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ്, ടഫ്നെസ് ഇതൊക്കെ ഒരു ചെറിയ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്തിൽ വേറെ വാല്യൂസും ഉണ്ട്. അതായത് 100 Newton/mm² വേറെ യൂണിറ്റിൽ വെച്ചിട്ട് വേറെ വാല്യൂസൊക്കെ ഉണ്ട്. അത് നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് കാണാത്തവർ അത് പോയി കാണുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോഫ്റ്റ് റോക്ക് ഇൻ ton/m². ഓക്കെ, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ton/m² ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. 45 ton/m² ആണോ, അല്ലെങ്കിൽ 55 ആണോ, 65 ആണോ, 75 ആണോ? ഏതാണ് ആൻസർ? ഇവിടെ ഓപ്ഷൻ എ 45 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എക്സാമ്പിൾ ഓഫ് ഫോളിയേറ്റഡ് റോക്ക്. ഓക്കെ, ഫോളിയേറ്റഡ് റോക്കിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. നീസ്, ഗ്രാനൈറ്റ്, ബസാൾട്ട്, സാൻഡ് സ്റ്റോൺ. ഏതാണ്ടാ? നമുക്കറിയാം ഫോളിയേറ്റഡ് ക്ലാസിഫിക്കേഷനിൽ ഒരു എക്സാമ്പിൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ഏതാണ്? ഓപ്ഷൻ എ നീസ് ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കയോലിൻ ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് as. ഓക്കെ, കയോലിൻ ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് as ഏതാണടാ? ഓപ്ഷൻ വായിക്കാം. സിലീഷ്യസ് റോക്ക്, അർത്തിലീഷ്യസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്, കാൽക്കൈലിയസ് റോക്ക്. കയോലിൻ ഏതിനാണ് നമ്മൾ പഠിച്ചത്? കയോലിൻ ഓപ്ഷൻ ബി അർജിലേഷ്യസ് റോക്കാണ് ആൻസർ. ഓക്കെ, ഈ കെമിക്കലി ക്ലാസിഫിക്കേഷനിൽ അർജിലേഷ്യസ് റോക്കിന് ബാക്കി എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കി എല്ലാവരും. സ്ലേറ്റ്, ലാറ്ററൈറ്റ്, ഷിസ്റ്റ്, കയോലിൻ. ഓക്കെ, സ്ലേറ്റ്, ലാറ്ററൈറ്റ്, ഷിസ്റ്റ്, കയോലിനാണ് അർജിലേഷ്യസ് റോക്കിലെ കെമിക്കൽ ക്ലാസിഫിക്കേഷനിലെ മറ്റ് എക്സാമ്പിളുകൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അർജിലേഷ്യസ് റോക്ക്? ഓക്കെ, അർജിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. കയോലിൻ, സ്ലേറ്റ്, ലാറ്ററൈറ്റ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? കയോലിനും ലാറ്ററൈറ്റും സ്ലാറ്റും എല്ലാം അർജിലേഷ്യസ് റോക്കിന് എക്സാമ്പിളാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഓഫ് സോഫ്റ്റ് സ്റ്റോൺ. നമ്മൾ ടൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഏതാണ്ട് സോഫ്റ്റ് സ്റ്റോണിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ വായിക്കാം. ജമ്പർ, ഗേജ്, ബൂസ്റ്റർ, ഹാമർ. ഓക്കെ, ഇതിൽ ഏതാണ്ട് സോഫ്റ്റ് സ്റ്റോണിനെ കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ബൂസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സോഫ്റ്റസ്റ്റ് റോക്ക് ഈസ്. താഴെ തന്നിരിക്കുന്നത് സോഫ്റ്റസ്റ്റ് റോക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. മാർബിള്, ഡയമണ്ട്, ടാൾക്ക്, കോട്സ്. അപ്പോൾ ഇതിലേതാണ്ട് സോഫ്റ്റ് റോക്ക്. ഇത് ഏതാണ്? ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇത് മോർ സ്കെയിൽ വെച്ചുള്ള ഹാർഡ്നെസ്സിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഓർഡറാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും സോഫ്റ്റ് റോക്ക് ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ എ ടാക്കാണ് അല്ലേ ആൻസർ. ടാക്കാണ് ആൻസർ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. മോർ സ്കെയിലിൽ 10 മാർക്കിങ്ങാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാം ഓർഡറും അത് എളുപ്പത്തിൽ പഠിക്കേണ്ട കോഡുമെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടടാ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ് ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ റീസൺ ഫോർ യൂസിങ് സ്റ്റോൺസ് ഇൻ ബിൽഡിംഗ് വർക്ക്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ഗുഡ് അപ്പിയറൻസ്, റെസിസ്റ്റൻസ്, ലോ വാട്ടർ അബ്സോർപ്ഷൻ, ഡ്യൂറബിലിറ്റി. ഏതാണ് ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ ഡി ഡ്യൂറബിലിറ്റി ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് യൂസ്ഡ് ഇൻ ബ്ലാസ്റ്റിംഗ്. ഓക്കെ, ബ്ലാസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് ബ്ലാസ്റ്റിംഗ് പൗഡർ, ബി ഡൈനാമൈറ്റ്, സി വരുന്നത് ഗൺ കോട്ടൺ, ഡി നൺ ഓഫ് ദീസ്. ഇതിലേതാണ്ടാ? ഓപ്ഷൻ സി ഗൺ കോട്ടൺ ആണ് ആൻസർ. ഓക്കെ, മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ഏതാണ്? ഗൺ കോട്ടൺ ആണ് ആൻസർ. ഗൺ കോട്ടൺ എന്താണ്? അതിനെപ്പറ്റി നമ്മൾ പഠിച്ചത് എന്താണ്? മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ആണ് ഗൺ കോട്ടൺ. അതുപോലെ അതൊരു ക്ലീൻ കോട്ടൺ എന്ന് പഠിച്ചു. ദെൻ സാച്ചുറേറ്റഡ് ഇൻ നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂറിക് ആസിഡ് ആണ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഇൻ നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂറിക് ആസിഡ്. ഇനി ഡൈനാമൈറ്റ് ഏതിൻ്റെയൊക്കെ മിക്സറാണടാ? സാൻഡി എർത്ത് 25% സാൻഡി എർത്തും അതുപോലെ 75% നൈട്രോ ഗ്ലിസറിനും ചേർന്നതാണ് ഡൈനാമൈറ്റ് എന്ന് പഠിച്ചു. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.